കേരളം കാത്തിരിക്കുന്നത് ജനവിധി എന്തെന്നറിയാൻ വേണ്ടിയാണ്. നാളെ കേരളത്തിന്റെ മനസ്സ് ആർക്കൊപ്പം എന്നറിയാം. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളാണ് ചർച്ചയാവാറ്. പക്ഷേ ഇത്തവണ പാൻ കേരള വിഷയങ്ങൾ ചർച്ചയായി കളം പിടിച്ചു. സ്വർണ്ണക്കൊള്ള മുതൽ രാഹുൽ മങ്കുട്ടത്തിൽ വരെ ചൂടേറിയ ചർച്ചാ വിഷയങ്ങളായി. 15 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് ആളുകൾ വിധി എഴുതിയ തെരഞ്ഞെടുപ്പാണ് ഇത്. കോവിഡ് കാലമായിട്ട് പോലും 2020-ൽ 75.95% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. കുറഞ്ഞ പോളിംഗ് ശതമാനം അത് എന്തിന്റെ സൂചനയാണ്? നമ്മൾ വിശദമായി നോക്കാൻ പോവുകയാണ്. ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ, അതായത് 6 കോർപ്പറേഷനുകൾ, ആ കോർപ്പറേഷൻ തിരിച്ചുള്ള കണക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ മുന്നിൽ 2020-ലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കണക്കാണ് നിൽക്കുന്നത്. 100 സീറ്റുകളാണ് തിരുവനന്തപുരത്തുള്ളതിൽ. അതിൽ 51 കേവല ഭൂരിപക്ഷം, 51 സീറ്റുകളുമായി കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ പോയി LDF ആണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. UDF-ന് ദയനീയമായ കണക്കാണ്. വെറും 10 സീറ്റ് മാത്രമാണ് ഭരണസിരാ കേന്ദ്രത്തിലെ കോർപ്പറേഷനിൽ UDF-നുള്ളത്. ഇനി NDA-ക്ക് 34 സീറ്റുണ്ട്. അതായത് BJP ഭരണം പിടിക്കുമെന്ന് പ്രതീക്ഷ വെക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ആർക്കൊപ്പം എന്നത് തീർത്തും പ്രവചനാതീതമാണ്. തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വെക്കുന്ന ആളുകൾ പോലും വിജയിച്ച് കയറുമോ എന്ന സംശയമാണ് ആ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. നോക്കൂ, പേട്ട, കവടിയാർ, നേമം, ശാസ്തമംഗലം, മഞ്ചൂർ, മുട്ടട, ഇവിടെയൊക്കെ ഇഞ്ചോടിഞ്ചു മത്സരമാണ്. 30 വർഷത്തിലേറെയായി ഇത് LDF-ന്റെ കോട്ടയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. 2 തവണയും 34 എന്ന സീറ്റിൽ ഉറച്ചുപോയ BJP-യാണ് ഇത്തവണ നില മെച്ചപ്പെടുത്തും, കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 10 എന്ന ദയനീയ സംഖ്യയിലാണ് UDF ഉള്ളത്. മുൻ MLA ആയ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെച്ച് കളം പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് തിരുവനന്തപുരത്ത്. ഇനി അടുത്ത കോർപ്പറേഷൻ അത് കൊല്ലമാണ്. കൊല്ലത്ത് ആകെ ഈ കാണുന്നതുപോലെ 55 സീറ്റുകളാണുള്ളത്. അതിൽ 38 സീറ്റായി നേടി LDF ആണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്. UDF-ന് 9, NDA-ക്ക് 6, അതേഴ്സ് 1. ഇതാണ് കൊല്ലം കോർപ്പറേഷന്റെ 2020-ലെ ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ പറഞ്ഞതുപോലെ കൊല്ലം കോർപ്പറേഷനിൽ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. കൂടുതൽ യുവനിരയെ സ്ഥാനാർത്ഥികളായി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് NDA-യും കോൺഗ്രസും. പക്ഷേ 3 പതിറ്റാണ്ടായി LDF-ന്റെ കോട്ടയാണ് കൊല്ലം കോർപ്പറേഷൻ. ഇനി അടുത്തത് വാണിജ്യ നഗരമായ കൊച്ചിയിലേക്ക് നമ്മൾ പോവുകയാണ്. കൊച്ചി ആർക്കൊപ്പമായിരിക്കും ഇത്തവണ നിൽക്കുക? ആകെ കൊച്ചിയിൽ 74 സീറ്റുകളാണ് ഈ കാണുന്നതുപോലെ. അതിൽ LDF-ന് 37, UDF-ന് 32, NDA-ക്ക് 5. ഇതാണ് കൊച്ചി കോർപ്പറേഷന്റെ കണക്കെന്ന് പറയുന്നത്. ഇത്തവണ കൊച്ചി കോർപ്പറേഷനിൽ വലിയ രീതിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോഴും വലിയ രീതിയിൽ കാടളക്കിയുള്ള പ്രചാരണം നടന്നിട്ടുണ്ട്. VD സതീശന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളാണ്. പക്ഷേ എന്നിട്ടും കേവല ഭൂരിപക്ഷം മാത്രമേ ഓരോ മുന്നണികളും എത്ര കണക്ക് കൂട്ടിയിട്ടും എത്ര കണക്ക് കിഴിച്ചിട്ടും പറയുന്നുള്ളൂ. വലിയ ഭൂരിപക്ഷം ആരും കൊച്ചിയിൽ അവകാശപ്പെടുന്നതേയില്ല. ഇനി ഏറ്റവും വലിയ ക്ലൈമാക്സ് പ്രതീക്ഷിക്കുന്ന കോർപ്പറേഷൻ അത് തൃശ്ശൂരാണ്. നമ്മൾ തൃശ്ശൂരിലേക്ക് പോയാൽ തൃശ്ശൂർ ആരെടുക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആകെ 55 സീറ്റുകളാണ് തൃശ്ശൂരിലുള്ളത്. 55, അതിൽ LDF-ന് 24, UDF-ന് 24. ഇങ്ങനെയാണ് കണക്ക്. NDA-ക്ക് 6 സീറ്റുകളുണ്ട്. ഈ കണ്ടതുപോലെ 24. അങ്ങനെയായപ്പോൾ MM വർഗീസ് എന്ന അതേഴ്സ്, ആ സ്വതന്ത്രനാണ് ഇവിടെ തൃശ്ശൂരിന്റെ വിധി തീരുമാനിച്ചത്. LDF-ന്റെ ഏറ്റവും വലിയ ടാക്ടിക് ആയിരുന്നു അത്. അങ്ങനെ LDF ഭരണം പിടിച്ചു, MM വർഗീസ് മേയറായി. പക്ഷേ ഇത്തവണ അങ്ങനെയായിരിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. സുരേഷ് ഗോപി ഫാക്ടർ, കാരണം വലിയൊരു റിസ്ക് കാണുന്നതിൽ പകരം, കാരണം ലോക്സഭയിൽ BJP അവിടെ തൃശ്ശൂർ പിടിച്ചു, ആ സുരേഷ് ഗോപി ഫാക്ടർ തൃശ്ശൂരിൽ ഉണ്ടാവുമോ? കലങ്ക് സംവാദമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും തദ്ദേശത്തിലേക്ക് വരുമ്പോൾ ആ എഫക്റ്റ് എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ്. അടുത്തത് കോഴിക്കോടിലേക്ക് പോവുകയാണ്. കോഴിക്കോട് 45 വർഷമായി LDF-ന്റെ ഉറച്ച കോട്ടയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ആകെ 75 സീറ്റുകളിൽ തോൽക്കൂ. 50 സീറ്റുകൾ അത് LDF-ന്റെ ആധിപത്യമാണ്. UDF-ന് വെറും 18 മാത്രമാണ്. NDA-ക്ക് 7 ഉണ്ട്. പക്ഷേ ഇത്തവണ അവർ നില മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ്, നോക്കൂ, ഇവിടെ നില മെച്ചപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് VM വിനു എന്ന സംവിധായകനെ, ചലച്ചിത്ര പ്രവർത്തകനെ മേയർ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെച്ചത്. അവസാനം ഹൈക്കോടതി ചോദിച്ചു, സെലിബ്രിറ്റി പത്രം വായിക്കാറില്ലേ എന്ന്. ആ രീതിയിൽ തിരിച്ചടി നേരിട്ടിരുന്നു തുടക്കത്തിൽ തന്നെ UDF. ഈ LDF 3/2 ഭൂരിപക്ഷമാണ് LDF-ന് കോഴിക്കോട് കോർപ്പറേഷനുള്ളത്. അതായത് ഈ പറയുന്ന 49 സീറ്റ് എടുത്താൽ അതിൽ 10 സീറ്റിൽ 1000-ൽ കൂടുതൽ ഭൂരിപക്ഷമുണ്ട്. വെറും 13 സീറ്റുകളിൽ മാത്രമാണ് 200-ന് താഴെ ഭൂരിപക്ഷമുള്ളത്.